കിഡ്നി തകരാർ മൂലം മരണത്തോളമെത്തിയ വൈദിക ജീവിതം. ദൈവത്തിന്റെ കരസ്പർശം സ്വന്തം സഹോദരനിലൂടെ അനുഭവിച്ചറിഞ്ഞ ബഹുമാനപ്പെട്ട പോൾ വട്ടക്കുഴി അച്ഛൻ ഈ രോഗത്തിലൂടെ തന്റെ ജീവിതം ദൈവമഹത്വത്തിനായി മാറ്റപ്പെട്ടത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. വൈദികനാകാൻ കാത്തിരിക്കുമ്പോൾ 6 മാസം മുമ്പാണ് ഈ മാരകമായ രോഗം എന്നെ പിടികൂടിയത്. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഡോക്ടർമാരെ മാറി മാറി കണ്ടു. അവസാനം ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ വെച്ചാണ് ഇത് കിഡ്നി ഫെയിലിയർ ആണെന്ന് മനസ്സിലാക്കുകയും അതിന് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്തു. 4 ദിവസത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. തുടർന്ന് 9 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടക്കുകയും 100-ലേറെ ഡയാലിസിസുകൾക്ക് വിധേയനാകുകയും ചെയ്തു. അതിനുശേഷം മദ്രാസിൽ കിൽപാക്കിലുള്ള ദി ഗസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ ത്യാഗരാജൻ്റെ നേതൃത്വത്തിൽ 1986 മാർച്ച് 19-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടന്നു. 1986 നവംബർ 19-ാം തീയതി അഭിമന്യ കുണ്ടുകുളം പിതാവിൽ നിന്നും എനിക്ക് പൗരോഹിത്യം ലഭിച്ചു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് എപ്പോഴും ഓർമ്മിക്കത്തക്ക ഒരു വലിയ ഇടപെടലുകളാണ് ദൈവം എന്നോട് കാണിച്ചിട്ടുള്ളത്. മനുഷ്യരുടെ സഹായഹസ്തം കൊണ്ട്, പ്രത്യേകിച്ച് എൻ്റെ സഹോദരൻ്റെ വൃക്കദാനം ചെയ്യലിലൂടെ എനിക്ക് ലഭിച്ച ആരോഗ്യം, എനിക്ക് ലഭിച്ച വൈദിക പട്ടം, എനിക്ക് ലഭിച്ച മറ്റ് അനുഗ്രഹങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഒട്ടേറെ ഗാനങ്ങൾ രചിച്ച അച്ഛൻ തന്റെ കഴിവുകൾ ദൈവമഹത്വത്തിനായി സമർപ്പിച്ചു. പാവപ്പെട്ട കിഡ്നി രോഗികളെ സഹായിക്കുവാൻ പാവുളോ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ രൂപീകരണത്തിന് കാരണക്കാരനുമായി. ദൈവം മഹത്വപ്പെട്ട ജീവിതമായി മാറിയ അച്ഛൻ്റെ സന്ദേശമിതാ. ഈശോ ഒരു ദൈവാനുഭവ വേളയിൽ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് എന്നോട് വളരെ സ്നേഹമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ഞാൻ പല പള്ളികളിലും പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ്. അതായത് ഈ രോഗം മരണകരമല്ലെന്നും ഇത് ദൈവപുത്രൻ മഹത്വപ്പെടാനുള്ളതാണെന്നും അതുവഴിയായി ദൈവം തന്നെ മഹത്വപ്പെടാനുള്ളതാണെന്നുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലെ 4-ാം വാക്യം അത് എന്നെ ജീവിതത്തിലേക്ക് പറച്ചു നട്ടൊരു വാക്യമാണ്.